അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 11 ശനിയാഴ്ച. ഐതിഹാസിക നേട്ടവുമായി ആർടെമിസ് 2 സംഘം തിരിച്ചെത്തി. ചന്ദ്രനെ ചുറ്റിയ പേടകം ഇന്ത്യൻ സമയം പുലർച്ചെ 5:37 സാന്റിയാഗോ തീരത്തോട് ചേർന്ന് ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തു. കമാൻഡർ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, കാനഡയുടെ ജെറമി ഹാൻസൺ എന്നിവരടങ്ങുന്ന സംഘമാണ് ചരിത്രയാത്ര പൂർത്തിയാക്കിയത്. ഓറിയോൺ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചത് മണിക്കൂറിൽ 40,000 കിലോമീറ്റർ വേഗതയിലാണ്. ഈ ഘട്ടത്തിൽ പേടകത്തിന് 2800°C വരെ ചൂട് അനുഭവപ്പെട്ടു. അന്തരീക്ഷ പ്രവേശനത്തിനു ശേഷം പേടകത്തിന്റെ വേഗത കുറയ്ക്കാൻ ഘർഷണം ഉപയോഗപ്പെടുത്തി. പിന്നീട് പാരഷൂട്ടുകൾ വിടർത്തി വേഗത നിയന്ത്രിച്ചാണ് പേടകം കടലിലേക്ക് പതിച്ചത്. ഉടനെ രക്ഷാസേന യാത്രികരെ കരയിലെത്തിച്ചു. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം അകലേക്ക് സഞ്ചരിച്ച റെക്കോർഡുമായിട്ടാണ് ആർടെമിസ് 2 തിരിച്ചിറങ്ങിയത്. ഭൂമിയിൽ നിന്ന് 4,06,771 കിലോമീറ്റർ അകലെ ചന്ദ്രന് മറുവശത്തേക്കു സഞ്ചരിച്ച് അവർ റെക്കോർഡിട്ടു. ഭൂമിയിൽ നിന്ന് 4,01,71 കിലോമീറ്റർ അകലെ വരെ സഞ്ചരിച്ച അപ്പോളോ 13 സംഘത്തിന്റെ 1970 റെക്കോർഡാണ് ഒറയോൺ ഇന്റഗ്രിറ്റി പേടകം മറികടന്നത്. അപ്പോളോ 17 ബഹിരാകാശ യാത്രാ സംഘം ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയെങ്കിൽ ആർടെമിസ് 2 ബഹിരാകാശ യാത്രികരെ വഹിച്ച ഓറിയോൺ പേടകം ചന്ദ്രനെ വലം വെച്ചും ഭൂമിയിൽ നിന്ന് കാണാനാകാത്ത ചന്ദ്രന്റെ ഭാഗങ്ങൾ കണ്ടുപിടിച്ചുമാണ് തിരിച്ചെത്തിയത്. വോട്ടെടുപ്പിന് പിറകെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ ഈ ഓഫീസ് പരിഷ്കരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു. വിവാദ ഫയലുകൾ തന്ത്രപൂർവ്വം നീക്കാനാണ് സെക്രട്ടേറിയറ്റിലെ ഈ ഓഫീസ് പരിഷ്കരിക്കാൻ വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ നടപടി സ്വീകരിച്ചതെന്നും ഇത് അനുവദിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടിരുന്നു. റാഗിംഗ് നിരോധന നിയമ ഭേദഗതി മന്ത്രിസഭ അംഗീകരിക്കുന്നതിൽ തടസ്സമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് സൗമെൻ സെൻ, ജസ്റ്റിസ് C ജയചന്ദ്രൻ എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ച് നിർദ്ദേശിച്ചു. ഒളിമ്പിക്സിലോ ദേശീയ ഗെയിംസിലോ മത്സര ഇനമല്ലാത്ത പുരുഷ ശരീര സൗന്ദര്യ മത്സരത്തിലെ വിജയികൾക്ക് ആംഡ് പോലീസ് ഇൻസ്പെക്ടർമാരായി നിയമനം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം വിവാദത്തിലേക്ക്. ശരീര സൗന്ദര്യ മത്സരം വിജയിച്ചതിന്റെ പേരിൽ പോലീസിൽ ഇൻസ്പെക്ടറായി നിയമിതനായ ചിത്തരേഷ് നടേശനെ നിയമിക്കാനാവില്ലെന്ന് റിപ്പോർട്ട്. ഫ്ലാറ്റ് ഫുട്ട് ആയതിനാൽ സേനയിൽ എടുക്കാനാവില്ലെന്ന വൈദ്യപരിശോധനാ റിപ്പോർട്ടാണ് തിരിച്ചടിയായത്. പ്രായപൂർത്തിയാകാത്ത കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ പോക്സോ കേസിന് പിറകെ പട്ടികവർഗ പീഡന കുറ്റവും ചുമത്തും. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ കൂട്ടുനിന്നവരും പ്രതികളാകും. വിവാഹത്തിന് ഒത്താശ ചെയ്ത പോലീസുകാർക്കും കേരളത്തിലെ CPM നേതാക്കൾക്കുമെതിരെയും നടപടിക്ക് സാധ്യത. കർണാടകത്തിലെ ചിക്കമംഗളൂരുവിൽ വിനോദയാത്രികയായി എത്തി കൊക്കയിൽ വീണ് മരിച്ച ശ്രീനന്ദയുടെ മൃതദേഹം ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര ക്ഷതമാണ് ശ്രീനന്ദയുടെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്. അസ്ഥികൾ പൊട്ടിയിട്ടുമുണ്ട്. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വോട്ട് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിന്റെ താക്കോലുകൾ പൂട്ടിയ താഴുകൾക്കൊപ്പം വെച്ചു സീൽ ചെയ്യണമെന്നു കേന്ദ്ര നിരീക്ഷകന്റെ ആവശ്യം നിരസിച്ച തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനു നേരെ തോക്കു ചൂണ്ടി CISF സൈനികർ. വൈക്കം മണ്ഡലത്തിലെ വോട്ടെടുപ്പ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന കോട്ടയം ബസേലിയോസ് കോളേജിലാണ് സംഭവം. കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകിയതോടെ സ്ഥലത്തെത്തിയ കളക്ടർ ഒരു താടിന്റെ താക്കോൽ റിട്ടേണിംഗ് ഓഫീസർക്കും രണ്ടാമത്തെ താടിന്റേത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കും കൈമാറാൻ നിർദ്ദേശിച്ചു.
മുഖ്യമന്ത്രിയാരെന്ന പരസ്യ ചർച്ച ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് ശരിയായില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസിലെ IA ഗ്രൂപ്പുകൾ. എന്നാൽ മുഹമ്മദ് ഷിയാസിന്റെ അഭിപ്രായത്തിലെ ഒരു ഭാഗം മാത്രം എടുത്തു എന്നാണ് സതീശൻ അനുകൂലികൾ വിശദീകരിക്കുന്നത്. വോട്ടെണ്ണുന്നതിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നടക്കുന്ന ചർച്ചകൾ അനാവശ്യമാണെന്ന് ശശി തരൂർ MP. വിജയിച്ച ശേഷം MLA-മാരും ഹൈക്കമാൻഡുമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച സപ്ലൈകോയിലെ പ്രത്യേക ഓഫർ ഇന്ന് അവസാനിക്കും. വോട്ട് രേഖപ്പെടുത്തുന്നവർക്ക് ₹1 1 കിലോ ശബരി പുട്ടുപൊടി നൽകുമെന്നാണ് സപ്ലൈകോ അറിയിച്ചിരുന്നത്. വോട്ട് ചെയ്തതിന്റെ തെളിവായി വിരലിലെ മഷിയടയാളം പരിശോധിച്ചാണ് പുട്ടുപൊടി നൽകുക. ഭീഷണി വേണ്ട, വാ മൂടിക്കെട്ടാനാകില്ല, ഇനിയും പറയും എന്ന് PC ജോർജിനും ഷോണിനും മറുപടിയുമായി കാത്തോലിക്ക സഭ മുഖപത്രം ദീപികയിൽ മുഖപ്രസംഗം. FCRIയെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തി വന്നാലും നിലപാട് ഇനിയും പറയും. കേരളത്തിലെ കവലച്ചട്ടമ്പിമാർ പറയുന്നു അധികാരമുണ്ട് കാണിച്ചു തരാമെന്ന് എന്ന് പരിഹസിച്ചുകൊണ്ടാണ് സഭയ്ക്കില്ല ഹിംസയുടെ കുപ്പിണിപ്പട്ടാളം പക്ഷേ എന്ന തലക്കെട്ടോടെ മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചത്. ക്രൈസ്തവ സഭയ്ക്കെതിരെ PC ജോർജും ഷോൺ ജോർജും നടത്തിയ വിമർശനങ്ങളെ പിന്തുണച്ച് മുൻ DGPയും BJP നേതാവുമായ TP സെൻകുമാർ. ഹിന്ദുവിനെ വിട്ട് BJP ക്രിസ്ത്യൻ ചങ്ങാത്തത്തിനായി പോയപ്പോൾ താൻ ഇതെല്ലാം പറഞ്ഞതാണെന്ന് TP സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ FCRI വിവാദം BJPക്ക് തിരിച്ചടിയാകില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. കൂടിയാലോചനയില്ലാതെ നിയമം കൊണ്ടുവരില്ലെന്ന് കേന്ദ്രമന്ത്രിയടക്കം ക്രൈസ്തവ സഭാ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയതാണ്. കേന്ദ്രവുമായി നടത്തിയ ചർച്ചകളിൽ സഭാ നേതൃത്വം തൃപ്തിയിലാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. കത്തോലിക്ക സഭയ്ക്കും ദീപിക ദിനപത്രത്തിനുമെതിരെ PC ജോർജും മകനും നടത്തുന്ന അധിക്ഷേപം BJPയുടെ പിന്തുണയോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത്തരം ഭീഷണികളെ UDF ചെറുക്കുമെന്നും സതീശൻ പറഞ്ഞു. മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ പോളിംഗ് ബൂത്തിൽ ചട്ടങ്ങൾ ലംഘിച്ചെന്ന് പരാതി. വോട്ട് ചെയ്യാൻ ബൂത്തിൽ കയറിയത് അനുയായിയോടൊപ്പമാണ്. കൂടെയുണ്ടായിരുന്ന ജയന്ത് ദിനേശിനെതിരെയും യുവമോർച്ച ഉപാധ്യക്ഷൻ K ഷിജിൽ പരാതി നൽകി. ഭരണവിരുദ്ധ തരംഗത്തിന്റെ സൂചനയാണ് ഉയർന്ന പോളിംഗ് ശതമാനമെന്നും UDF 100 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും K മുരളീധരൻ. വട്ടിയൂർക്കാവിൽ 5000 മുതൽ 10000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. BJP നേതാവ് ശോഭ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ മടക്കി നൽകിയെന്ന് ദല്ലാൽ നന്ദകുമാർ. ഏപ്രിൽ 7-ന് പണം അക്കൗണ്ടിലേക്കിട്ടു. ഹരിഹരൻ എന്നയാളുടെ അക്കൗണ്ടിൽ നിന്നാണ് തുക ലഭിച്ചത്. ഭൂമി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു വാങ്ങിയ പണം ഭൂമി കൈമാറാത്തതിനാലാണ് വിവാദം ഉണ്ടായത്. പണം തിരികെ ലഭിച്ചതിനാൽ കേസ് പിൻവലിക്കുമെന്നും നന്ദകുമാർ പറഞ്ഞു. കണ്ണൂർ പയ്യന്നൂരിലെ രാഷ്ട്രീയ ആക്രമണങ്ങൾ തുടരുന്നു. മാതമംഗലം പേരൂലിൽ V കുഞ്ഞികൃഷ്ണന് അനുകൂല ഫേസ്ബുക്ക് പോസ്റ്റിട്ടയാളുടെ കാർ കത്തിച്ചു. കാങ്കോൽ കരിങ്കുഴിയിൽ V കുഞ്ഞികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ ഷെഡും കത്തിച്ചു. മയ്യിലിയിൽ മുസ്ലിം ലീഗ് ഓഫീസും തകർത്തിട്ടുണ്ട്. ADM രാഷ്ട്രീയ പാർട്ടികളുടെ സമാധാന യോഗം വിളിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും ടാരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഡൽഹി സർക്കാർ 2028-ൽ പുതിയ പെട്രോൾ 2 വീലറുകളുടെ രജിസ്ട്രേഷൻ നിർത്തലാക്കുമെന്ന് പുതിയ ഇലക്ട്രിക് വാഹന നയരേഖ. വാണിജ്യ സർക്കാർ സ്കൂൾ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി ഇലക്ട്രിക് ആക്കുകയും ചെയ്യും. വായുമലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന നയത്തിൽ EV വാങ്ങുന്നവർക്ക് സബ്സിഡികളും മറ്റ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. HRDS സ്ഥാപക ചെയർമാൻ അജി കൃഷ്ണനെതിരെ പോക്സോ കേസ്. അജി കൃഷ്ണനെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. 11 വയസ്സുള്ള പെൺകുട്ടിയെ 2024-ൽ പീഡിപ്പിച്ചെന്നാരോപിച്ച് HRDSലെ ജീവനക്കാരനാണ് പരാതി നൽകിയത്. സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് നടൻ വിജയുടെ തമിഴക വെട്രി കഴകം കടലൂരിൽ നടത്താനിരുന്ന റോഡ് ഷോ മാറ്റിവെച്ചു.
കഴിഞ്ഞ റോഡ് ഷോയിൽ ആരാധകർക്ക് അപകടം സംഭവിച്ച പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. അതേസമയം കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുതുക്കോട്ടയിൽ ഈ മാസം 14-ന് വിജയ് റോഡ് ഷോ നടത്തും. ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ അഭിഭാഷകനെ പട്ടാപ്പകൽ അക്രമികൾ വെടിവെച്ചു കൊന്നു. കട്വാരു കാപുരയിലെ രാജീവ് സിംഗ് എന്ന അഭിഭാഷകനാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. പിടികൂടാൻ ശ്രമിച്ചവർക്ക് നേരെയും അക്രമികൾ തോക്കു ചൂണ്ടി. വിവാഹാഭ്യർത്ഥന നിരസിച്ച യുവതിയുടെ ശരീരത്തിലേക്ക് HIV ബാധിച്ച രക്തം കുത്തിവെച്ച് പ്രതികാരം. മനം നൊന്ത് യുവതി ജീവനൊടുക്കി. ഹൈദരാബാദ് സ്വദേശിനി രമണിയാണ് ആത്മഹത്യ ചെയ്തത്. യുവതിയുടെ ബന്ധുവായ മനോഹറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യയ്ക്ക് കൂടുതൽ LPG നൽകുമെന്നും ആണവോർജ രംഗത്ത് സഹകരിക്കുമെന്നും അമേരിക്ക. ഹോർമൂസ് കടൽപാത പൂർണ്ണമായും സ്വതന്ത്രമാകണമെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആവശ്യപ്പെട്ടു. ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്കിൽ തങ്ങൾ തന്നെ സ്ഥാപിച്ച നാവിക മൈനുകൾ കണ്ടെത്താൻ കഴിയാത്തതിനാൽ കടലിടുക്ക് പൂർണ്ണമായി തുറക്കാനാകാതെ ഇറാൻ പ്രതിസന്ധിയിലാണെന്ന് ദി ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ മാസം US-ഉം ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചപ്പോൾ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് തിരക്കിട്ടാണ് ഇറാൻ ഇവിടെ മൈനുകൾ വിന്യസിച്ചത്. അമേരിക്കയുമായുള്ള ചർച്ചയ്ക്കായി പാകിസ്ഥാനിലെത്തിയ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ വിമാനത്തിലെ ദൃശ്യങ്ങൾ ലോകശ്രദ്ധ നേടുന്നു. വിമാനത്തിലെ ഒഴിഞ്ഞ സീറ്റുകളിൽ ഫെബ്രുവരി 28-ന് മിനാബിൽ അമേരിക്കൻ ആക്രമണത്തിൽ മരിച്ച എലിമെന്ററി സ്കൂൾ കുട്ടികളുടെ ചിത്രങ്ങളാണ് പതിച്ചിട്ടുള്ളത്. വിമാനത്തിൽ എന്റെ സഹയാത്രികർ എന്ന പേരിലാണ് ഇറാൻ സ്പീക്കർ MB ഗാലിബാഫ് ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ഇറാന് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകാൻ ചൈന ഒരുങ്ങുന്നതായി US ഇന്റലിജൻസ് റിപ്പോർട്ട്. തോളിൽ വെച്ച് തൊടുക്കാവുന്ന മിസൈലുകൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇറാനിലെത്തുമെന്നാണ് സൂചന. എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിച്ച ചൈന തങ്ങൾ ഒരു പക്ഷത്തിനും ആയുധം നൽകുന്നില്ലെന്ന് വ്യക്തമാക്കി. തായ്വാനു ചുറ്റും വീണ്ടും പ്രകോപനവുമായി ചൈനീസ് സൈന്യം. 17 ചൈനീസ് സൈനിക വിമാനങ്ങളും 7 നാവികസേന കപ്പലുകളും ഒരു ഔദ്യോഗിക കപ്പലും തായ്വാന്റെ സമുദ്രാതിർത്തിക്ക് സമീപം കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.